പ്രിയപ്പെട്ടവരെ, ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം ഇന്ന് 23-ാം ദിവസമാണ്. ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാട്. സമരത്തിന് പിന്തുണ അറിയിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മഹിളാ മാർച്ച് നടത്തുന്നുണ്ട്. റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ആശാവർക്കർമാരുടെ ഇന്നലത്തെ നിയമസഭയിലേക്കുള്ള മാർച്ച് വലിയ പിന്തുണ കിട്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നേരത്തെയൊക്കെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആശാവർക്കർമാർ സമരത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. സമരത്തിന് കേരളത്തിലെ പല ആളുകളുടെ പിന്തുണ ഏറി വരുന്നുണ്ട്. ഇന്നെങ്ങനെയാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ ഒരു തരത്തിലും സീരിയസ് ആയി കാണുന്നില്ല എന്ന് പുറമെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും സമരക്കാർക്ക് ഓരോ ദിവസവും പിന്തുണ കൂടി വരികയാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമരത്തിൻ്റെ തുടക്ക ദിവസം മുതൽ ഇതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നലെ നടന്നിരുന്ന ഒരു നിയമസഭാ മാർച്ചിലേക്ക് ഇവരുദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആശാവർക്കർമാർ പങ്കെടുത്തു എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ കണ്ടപ്പോഴും നല്ലൊരു പങ്കാളിത്തം കാണാനുണ്ടായിരുന്നു. ഇന്ന് ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ 11 മണിക്ക് ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവിടെ വരും. ചിത്രരചനയും മറ്റും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഇന്ന് ബി ജെ പിയിലെ വനിതകളുടെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മാർച്ചാണുള്ളത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്യുക. നമുക്കൊപ്പം സമരത്തിലെ മിനിയുണ്ട്. ഈ BJPയോട് സോഫ്റ്റ് കോർണറാണ് നിങ്ങൾക്ക് എന്ന ഒരു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്നുണ്ട്. ഇന്ന് കെ സുരേന്ദ്രൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായും വരികയും ചെയ്യും. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ ഇതിൽ റോള് വഹിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കേന്ദ്ര സർക്കാരാണ്. അപ്പം അവരോട് നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആരാണ്? ഒരു ദിവസം 700 രൂപ വേതനം വേണം, 232 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു ദിവസം 700 രൂപ വേതനം വേണം എന്ന് പറയുന്ന 60 വയസ്സ് കഴിഞ്ഞ് പ്രായം ചെന്ന ആളുകളെ പിരിച്ചുവിടാൻ ഉത്തരവിട്ടിരിക്കുന്നത് പിൻവലിച്ച് നിങ്ങളൊരു 5 ലക്ഷം രൂപ മിനിമം തരണം എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയാതിരിക്കുകയും നിങ്ങൾ കേന്ദ്രത്തിൽ പോയി വാങ്ങണമെന്നും അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്താണ് നിങ്ങൾ സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സമരവേദി എന്ന് പറഞ്ഞൊരു ജനകീയ സമരവേദിയാണ്. ഇവിടെ കേരളത്തിലെ 26,000 ആശമാരുടെയും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സമരവേദിയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ മതവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഇതൊരു പൊതുസമരമാണ്. ഇവിടേക്ക് ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതൊരാൾക്കും കടന്നു വരാം. വിദേശികളും വരുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇന്ത്യയിലെ ഏതൊരാൾക്കും ഇവിടെ കടന്നു വരാവുന്നതാണ്. ഒരു പാർട്ടിയോടും ഞങ്ങൾക്ക് അയിത്തമില്ല. മറിച്ച് കേന്ദ്രം ഭരിക്കുന്ന ആളുകളോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ വന്നിരുന്നു, ശോഭാ സുരേന്ദ്രൻ വന്നു, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നു. എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വരുന്നതും പിന്തുണയ്ക്കുന്നതും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ ചെയ്യാൻ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ്. ഇവർ പറയുന്ന കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക എന്നത് മാത്രമല്ല, ആശാ വർക്കർമാർക്ക് 17 വർഷമായി ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. ആ ഇൻസെൻറ്റീവ് അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നടപടിയെടുക്കണം. ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ പോകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അവിടെ ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ടെന്നും ഈ വിഷയം വളരെ പർട്ടിക്കുലറായി ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇവിടെ സമരം നടക്കുമ്പോൾ കേന്ദ്രം ഈ തുക വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അയിത്തവും ആരോടുമില്ല. വരുന്ന ആളുകൾ വരട്ടെ, പക്ഷേ വരുന്ന ആളുകളുടെ ലക്ഷ്യം അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അതിൽ ഒരു വ്യക്തത ഇവർ വരുത്തുന്നു. ആർക്കും വരാം എന്നതാണ് പറയുന്നത്. പക്ഷേ സോഫ്റ്റ് കോർണർ ആണെന്ന നിലപാട് അവർ പിൻവലിക്കുകയും ചെയ്തു. ഈ 21,000 രൂപ എങ്ങനെ വന്നു എന്ന് പലരും കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഇവരിപ്പോൾ 21 അതിതാണ് 2021 പ്രകടന പത്രികയിൽ LDFൻ്റെ പ്രകടന പത്രികയാണ്. അതിലൊരു വാഗ്ദാനമായിരുന്നു അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ മുതൽ കുറേ ആളുകൾക്കുണ്ട്. അവർക്ക് മിനിമം കൂലി 700 രൂപ ഒരു ദിവസം കൊടുക്കുമെന്നാണ് 45-ാം ഖണ്ഡികയിൽ പറയുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സമരത്തിനെ ബന്ധപ്പെട്ട് എതിർത്തും അനുകൂലിച്ചുമൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ LDF കൊടുത്ത വാഗ്ദാനമായിട്ട് പ്രകടന പത്രിക കിടപ്പുണ്ട്. ഒരു കാര്യം നമുക്ക് രാഷ്ട്രീയ നേതാക്കളോട് പറയണം റഹീസ്, ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. തുടർഭരണമൊക്കെ കിട്ടി, പക്ഷേ ഈ പ്രകടന പത്രികയിൽ കൊടുത്ത വാഗ്ദാനം അവിടെ കിടപ്പുണ്ട്. സാമ്പത്തിക പ്രാരാബ്ധമാണെന്നൊക്കെ പറഞ്ഞാലും അത് ആ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിട്ട് അവിടെ കിടക്കും. അതല്ലെങ്കിൽ പിന്നെ പണ്ടൊരു നേതാവ് തുറന്നു പറഞ്ഞതുപോലെ
അത് ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്നതല്ലേ, ആ വാഗ്ദാനങ്ങളൊക്കെ ആര് ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ആവണം. പക്ഷേ ഇടതുപക്ഷം കൊടുക്കുന്ന വാഗ്ദാനം ആൾക്കാർ ശ്രദ്ധിക്കും. അതിലൊരു വാഗ്ദാനമായിരുന്നു ഒരു ദിവസം ആശാവർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്ക്, പാചക തൊഴിലാളികൾക്ക് ഒക്കെ 700 രൂപ വീതം കൊടുക്കും. അത് കൂട്ടി വന്നാൽ 21,000 ആവും. അതാണ് ആശാവർക്കർമാർ ഇപ്പോൾ ചോദിക്കുന്നത്. അന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടല്ലേ ആശാവർക്കർമാർ ചോദിക്കുന്നത് എന്നൊരു ന്യായമുണ്ട് ആ ഭാഗത്ത്. എന്നാൽ അതേസമയം കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതിലും ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്ന് ആശാവർക്കർമാർക്ക് ആ പിന്തുണ നൽകണം.